ബിഗ് ബോസ് മലയാളം സീസൺ 7 10ാമത്തെ ആഴ്ചയിലെ ഒഫീഷ്യൽ വോട്ടിംഗ് ലൈൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആരായിരിക്കും ഡേഞ്ചറസ് സോണിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 കണ്ടസ്റ്റൻസിന്റെ പേരാണ് പറയാൻ സാധിക്കുന്നത്. ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നത് നമ്മുടെ ബിന്നി, സാബുമാൻ, നെവിൻ. ഈ 3 കണ്ടസ്റ്റൻസ് ആണ് നിലവിൽ ഓഡിയൻസ് ട്രെൻഡും അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ പ്രേക്ഷകരുടെ തീരെ സപ്പോർട്ട് ഇല്ലാതെ ഏറ്റവും അവസാനം നിൽക്കുന്നത്. അതിൽ ബിന്നിക്കാണ് ഏറ്റവും കുറവ് പ്രേക്ഷക സപ്പോർട്ട് കാണുന്നത്. ഈ ഒരാഴ്ച ആരാകും പുറത്തേക്ക് പോകുന്നതെന്നും ബിഗ് ബോസ് തന്നെയായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകരുടെ ഒരു വോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഇവർ എവിക്ഷൻ ഇനി തൊട്ടുള്ള ആഴ്ചകളിൽ നടത്താൻ പോകുന്നത് എന്ന്. അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെയും അവർക്കൊരു ഇമ്പാക്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സീസണിന്റെ അവസാനം വരെയും സൃഷ്ടിക്കാൻ സാധിക്കുന്ന ആരെയെങ്കിലും ഒക്കെ ആയിരിക്കും അവിടെ നിർത്തുന്നതും. അതുപോലെ കോൺട്രാവേഴ്സികൾ സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് വോട്ടുണ്ടെന്ന് അല്ലെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നിക്കുന്ന ആരെയെങ്കിലും പുറത്താക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മാത്രമേ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകത്തുള്ളൂ. കഴിഞ്ഞ ഒരു എവിക്ഷനിൽ ജിസേലിനെ പുറത്താക്കി. പ്രേക്ഷകർ എല്ലാവരും പറയുന്നുണ്ട് അൺഫെയർ എവിക്ഷൻ ആണ്, ജിസേലിന് ഇത്രയും പ്രേക്ഷക സപ്പോർട്ടൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ജിസേൽ എവിക്റ്റ് ആയതെന്നൊക്കെ. ബിഗ് ബോസിന് ആവശ്യം കോൺട്രാവേഴ്സി ടോപ്പിക്കുകളും സോഷ്യൽ മീഡിയകളിൽ ബിഗ് ബോസിന്റെ ചർച്ചകളുമാണ്. അതിനവർ ഏതറ്റം വരെയും പോകും. അതുപോലെ ഇതിന് മറ്റൊരു സൈഡും ഉണ്ട്. സോഷ്യൽ മീഡിയയിലെ പല അൺഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ PR ഏജൻസികൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന പോളുകളൊക്കെ കണ്ടിട്ട് ജിസേലിന് വോട്ടുണ്ട് അല്ലെ ഇന്ന കണ്ടസ്റ്റൻസിന് വോട്ടുണ്ടല്ലോ, അതുകൊണ്ട് മറ്റാരെയെങ്കിലും ഒക്കെ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഒക്കെ എവിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ട് തിരിമറി നടത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ജിസേലിന് വോട്ടില്ലാതെ പോയതായിരിക്കാം. അതും പ്രേക്ഷകരുടെ മണ്ടത്തരം കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. അതൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടേയിരിക്കും. പ്രേക്ഷകർ അതിലൊന്നും വീഴാതിരിക്കുക. ഇപ്പോൾ നിലവിൽ നമുക്ക് നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോളുകൾ, അതായത് നമ്മുടെ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും പേഴ്സണലി ഇടുന്ന പോളുകളും അതുപോലെ തന്നെ പബ്ലിക് ട്രെൻഡുകളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഒരു പരിധിവരെയും ആർക്കാണ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിന്നിക്ക് ആണ് ഏറ്റവും കുറവ് സപ്പോർട്ട് വരുന്നതും വോട്ടിന്റെ കാര്യത്തിൽ തീരെ കുറവായിട്ട് കാണുന്നതും. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ബിന്നിനെ സേവ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ഈ ഒരു സീസണിൽ മുന്നോട്ട് പോകും തോറും ബലിയാടാക്കി കൂടെ കൊണ്ട് നടക്കുന്ന നമ്മുടെ നെവിന് അതുപോലെ തന്നെ സാബുമാന് ഇവരെയൊക്കെ ഇവർ കൊണ്ടു നടക്കുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. തീർത്തും പബ്ലിക് സപ്പോർട്ട് ഇല്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ വോട്ട് കുറഞ്ഞവരെയൊക്കെ പല സമയങ്ങളിലും ബിഗ് ബോസ് സേവ് ചെയ്തിട്ട് കുറച്ചും കൂടെയൊക്കെ അതിനടുത്ത് വോട്ട് കൂടുതലായിട്ട് കാണുന്ന പലരെയും പുറത്താക്കി കളയുന്നതും പലരെയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വരാൻ പോകുന്ന എവിക്ഷനും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ബിന്നിയെ സേവ് ചെയ്യണമെന്നാണ് ബിഗ് ബോസ് കരുതുന്നത് എങ്കിൽ ബിന്നിയെ സേവ് ചെയ്ത് ഇവരിൽ ആരെങ്കിലും ഒരാളെ എവിറ്റാക്കി കളയാൻ സാധ്യതയുണ്ട്. അതല്ല, ഇനി ബിന്നിനെ കൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ഒരു എന്താ പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലെ വീക്കും കാര്യങ്ങളും ഒക്കെയാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് പ്രേക്ഷകർക്ക് നല്ലൊരു ഗെയിമും ടാസ്കുകളും ഒക്കെ കൊടുക്കാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഗെയിം കളിക്കുന്ന കുറച്ച് ചുറുചുറുക്കോടെ ഒരു ഇൻട്രസ്റ്റോടെ നിൽക്കുന്ന ആളുകളെ നിർത്താനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഇനിയുള്ള വിഷനിൽ ബിഗ് ബോസ് അവർക്ക് താല്പര്യം കാണിക്കുന്നതും. ടോപ്പ് 5ലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഫിനാലെ വീക്കിലേക്ക് വരുമ്പോഴും മാക്സിമം വോട്ടുകളിൽ ഭയങ്കര ടൈറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ എത്തിക്കാനായിരിക്കും ബിഗ് ബോസ് ശ്രമിക്കുന്നത്. അതിനുള്ള പല അണ്ടർഗ്രൗണ്ട് കളികളും ബിഗ് ബോസ് ഇപ്പം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വോട്ട് മറിയാനും അതുപോലെ തന്നെ വോട്ട് സ്പ്ലിറ്റ് ആയി പോകാനും പല ആൾക്കാരെയും അല്ലെങ്കിൽ നെഗറ്റീവായി നിൽക്കുന്ന പല ആൾക്കാരെയും ബൂസ്റ്റ് ചെയ്ത് ഫ്രണ്ട് നിരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് പോസിറ്റീവ് സംഭവങ്ങളൊക്കെ കൊടുത്ത് പ്രേക്ഷക സപ്പോർട്ട് കൂട്ടിയെടുത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിന്നിങ് സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ പ്രിഡിക്റ്റബിൾ ആയി പോകും വിന്നർ ആരായിരിക്കുമെന്ന്. ആ ഒരു പ്രെഡിക്റ്റബിൾ സംഭവം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ബിഗ് ബോസിന്റെ ഇനിയുള്ള സമയത്തെ ഓരോ പരിപാടികളും. പ്രേക്ഷകർ നിങ്ങൾ അതിലൊന്നും വീഴാതിരിക്കുക. ബിഗ് ബോസിന്റെ സൈഡിൽ പല കളികളും ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. എനിവേസ് ഈ ഒരു 10ാമത്തെ ആഴ്ചയിലെ ഡേഞ്ചറസ് സോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്നി, നെവിൻ അതുപോലെ തന്നെ സാബുമാൻ ഇവർ 3 പേരുമാണ് നിലവിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഇവരിൽ ഒരാളാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാൻ. മാക്സിമം സിംഗിൾ എവിക്ഷൻ തന്നെ ആയിരിക്കും ഈ ഒരാഴ്ച എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഡബിൾ എവിക്ഷന് സാധ്യതകൾ കുറവാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഒഫീഷ്യൽ അറിയിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.